റിസർച്ച് സെന്ററിന്റെ ഏറ്റവും പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് 2050 ആകുമ്പോഴേക്കും നമ്മുടെ ലോകത്തിൽ മുസ്ലിംസിന്റെ എണ്ണം വളരെയധികം വർദ്ധിക്കുമെന്നതാണ്. അതായത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ക്രിസ്ത്യൻസ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണക്കെടുക്കുമ്പോൾ ക്രിസ്ത്യൻസിന്റെ എണ്ണമാണ് വർദ്ധിച്ചു നിൽക്കുന്നതെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം നിൽക്കുന്നത് ഹിന്ദുക്കളും, അതിനുശേഷം വരുന്നതാണ് മുസ്ലിംസും. എന്നാൽ ഇനി വരുന്ന കണക്കുകൾ, അതായത് നമ്മുടെ ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്കും 2050 2060 ആകുമ്പോഴേക്കും മുസ്ലിംസിന്റെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിക്കും എന്നൊരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും മേ ബി ഇത് നടക്കാൻ ചാൻസ് ഉള്ളതാണ് ആയിരിക്കാം. പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതും അതിലുള്ള ഒരുപാട് കമന്റ് സെക്ഷനിൽ വരുന്ന ഒരുപാട് കമന്റ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം 18 വയസ്സൊക്കെ പ്രായമാവുന്ന സമയത്ത് തന്നെ മുസ്ലിം പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോവാണ്. പിന്നെ അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് കുട്ടി കുടുംബം കാര്യങ്ങളിലേക്ക് വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പം ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ജീവിതം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവര് അവരിലുണ്ട് ഒരുപാട് പേര്. അത് മാത്രമല്ല, ഇവരുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്കാണ്, ഇവരെ മുന്നേ തന്നെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത്, അതായത് ജനന നിരക്ക് വളരെ കൂടുതലായിരിക്കും ഈ ഒരു മതവിഭാഗത്തിൽ. അതുപോലെ തന്നെ മരണനിരക്ക് വളരെ കുറവാണ് ഇവരുടെ ആ ഒരു ഇതില്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു കണക്ക്, ആ ഒരു പഠനത്തിലായിരുന്നു ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് എണ്ണം വർദ്ധിക്കുമെന്ന്. ഒരു വീട്ടിൽ തന്നെ നമ്മുടെ സൊസൈറ്റി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം കുടുംബത്തില് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന സ്കൂൾ ടൈമിലാണെങ്കിൽ നമുക്കത് മനസ്സിലാവും കുറച്ചും കൂടെ കൂടുതലാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കിപ്പോ ഹിന്ദുക്കളുടെ കാര്യമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 2 കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായം തന്നെയാണ് ഇപ്പോഴും കൂടുതലും ഞാൻ കണ്ടുവരുന്നത്. കൂടുതലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പിന്നെയും കുറയുന്നുണ്ട്, ഒരാള് മതി കുട്ടികളോ വേണ്ട എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളിലാണ് അത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, അതൊരു വലിയ കാര്യമല്ലാത്ത രീതിയിൽ കല്യാണം എന്നുള്ളതിനെയോ അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ളതിനെയോ വലിയ നിസാരമായി കണ്ട് അവരതിനെ ഒരു ലാഘവം ഇല്ലാതെ എടുക്കുന്നത് ഹിന്ദുക്കളിലാണ്. മറ്റുള്ളവർ കുറച്ചും കൂടി അത് അവരുടെ ഒരു വീട്ടിൽ നിന്നുള്ള പ്രശ്നം കൂടി ആവണം. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കാതെ ആ ഒരു കുടുംബത്തിലെ ആ ഒരു പ്രഷർ കാരണം മുന്നേ കല്യാണം കഴിക്കേണ്ടി വരുന്ന കുട്ടികളെ, പിന്നെ ആ ഒരു സാഹചര്യം കാരണം കുടുംബം എന്നുള്ള രീതിക്ക് അവര് പിന്നെ പെട്ടെന്ന് തന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ തന്നെ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ തന്നെ 25 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു 2-3 കുട്ടികളുടെ പാരന്റ്സ് ആയി മാറും അവര്. അതെ. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പഠനം പറയുന്നത് മുസ്ലിങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതും ഗണ്യമായ രീതിയിൽ, അതായത് ഇപ്പോഴുള്ളതിനെയും കാട്ടും ഇരട്ടി വരാമെന്ന്, ക്രിസ്ത്യൻസിനെ കാട്ടി ഇരട്ടി വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും നടക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. പക്ഷെ അത് ഒരു കണക്കാണ്, അതിനെ നമുക്ക് മതത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും പറയേണ്ട കാര്യമില്ല. അതെ. നമ്മുടെ ലോകത്തില് ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ഒരു ടോട്ടലി എത്ര പേരുണ്ടാവും ശതമാനം, അങ്ങനത്തെ രീതിയിലൊക്കെ കണ്ടാൽ മാത്രം മതി. അല്ലാതെ ആരെങ്കിലും ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിലല്ല. ഇപ്പോൾ ഇവരിങ്ങനെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ള റിലീജിയനിലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമാവും. ഇതൊന്നുമല്ല, ജസ്റ്റ് ഇതാണ് ഒരു കണക്ക്, പുറത്തുവിട്ടൊരു കണക്ക് ഇതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിംസ് പെരുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമ്മളിത് റിലീജിയൻ വൈസ് നോക്കേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ളവര് ഇതില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു സ്റ്റഡിയാണ്, ഇതിൻ്റെ അകത്ത് ചാൻസസ് ആണ് പറയുന്നത്. അപ്പം അതിന്റെ കുറച്ച് ഘടകങ്ങളും അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ഇതിലാരും തന്നെ മതപരമായിട്ട് ആരും തന്നെ ഇതിനെ കാണരുത് എന്നാണ് പറയാനുള്ളത്. ശരിക്കും നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിൽ നമ്മൾ ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ് എന്ന് നമ്മൾ പൊതുവെ ചോദിക്കും. അപ്പൊ നമ്മളിപ്പോഴും ഈ ഒരു നിമിഷം വരെയും ക്രിസ്ത്യൻസ് ആണ് കൂടുതലായിട്ട് ഉള്ളത്. അതിനുശേഷമാണ് ആ ഒരു കമന്റ് ബോക്സിൽ പിന്നെയും ആൾക്കാർ പറയുന്നുണ്ട് ക്രിസ്ത്യൻസ് ആണ് മുന്നിലുള്ളത്. കാരണം അത് പലവരും എടുത്തിരിക്കുന്നത് ഒരു റിലീജിയൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തല്ല് പോലെയാണ് പലരും കാണുന്നത്. പക്ഷെ ഇതിന് അങ്ങനെ കാണേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ അത്ര വലിയ തോതിലുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട്, കാരണം റിലീജിയനിൽ ഓരോ രീതിയിൽ വലുതാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമായി മാറുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു സാമാന്യം കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ആ ഒരു സ്റ്റഡീനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചത്. പക്ഷേ നമുക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്ത് കൂടുതലുമായിട്ടുള്ളത് ഒരു ഹിന്ദുക്കളുടെ ഒരു പെരുകലാണ്. അതെ, കുറച്ച് കൂടുതൽ. നാളെ അത് എങ്ങനെയാവും അറിയില്ല. ഇപ്പോഴും നമ്മൾ റിലീജിയനെ താങ്ങി പിടിച്ചോ അല്ലെങ്കിൽ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതല്ല പറയുന്നത്. ആൾക്കാരുടെ രാജ്യത്തിന്റെ ഓരോരോ രാജ്യത്തിന്റെ, പാകിസ്ഥാൻ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ മുസ്ലിം രാജ്യം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ബാക്കി
US മറ്റു കൺട്രീസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ക്രിസ്ത്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഹിന്ദുക്കളെയാണ്. ഹിന്ദുക്കളിലും ഇനി പെരുകാൻ ചാൻസ് ഉണ്ടോ? ഹിന്ദുക്കളെ പക്ഷെ നമ്മുടെ ഒരു രാജ്യത്തെ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊരു നടത്തുന്നുണ്ടല്ലേ? അതെ, നടത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണ്, എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഹിന്ദുക്കൾക്ക് മാത്രം മതി എന്ന രീതിയിൽ നമ്മുടെ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ജനങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏത് റിലീജിയൻ ആണെങ്കിലും ഏത് സംസ്കാരമാണെങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് രാജ്യക്കാർക്ക് എല്ലാം ഒരുപോലെയാണ്. അതെ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ആ ഒരു പ്യൂ റിസർച്ച് സെന്ററിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് അവർ നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിരിക്കുന്ന 2050, 2060 നമ്മുടെയൊക്കെ ഒരു ഭാവിയിലേക്ക് വരുമ്പോൾ കൂടുതലും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി മുസ്ലിംസിന്റെ ഒരു ഗണ്യമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാകുമെന്നാണ്. അതും ഇപ്പോൾ ഉള്ള ക്രിസ്ത്യൻസിനെയും കാട്ടിയിട്ടും ഇരട്ടിയിലധികം വർധനവുണ്ടാകും. അതിന് പല കാരണങ്ങളായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ റിസർച്ച് സെന്ററിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ.